ഒളിമ്പിക്സ് കായികമേളയിലെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം വിജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒളിമ്പിക്സിന്റെ ജീവവായുവായി കരുതാവുന്ന ഈ വാക്കിന്റെ ഉപജ്ഞാതാവ് ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പിയറി ഡി കുബർട്ടിനാണ്. പിയറി ഡി കുബർട്ടിന്റെ ഈ വാക്കുകൾ ഈ ദിവസം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു സ്പോർട്ട് മീഡിയയുടെ സ്പോർട്ട് ക്വിസിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക്. ഈ ദിവസം സ്പോർട്ട് മീഡിയയുടെ സ്പോർട്ട് ക്വിസിന്റെ അധ്യായം ഞങ്ങൾ ചിത്രീകരിക്കുന്നത് കണ്ണൂർ ജില്ലയുടെ ഹൃദയ ഭാഗമായ ഒരു സ്ഥലത്ത് വെച്ചാണ്. ഇവിടെ ഒരു പ്രിയപ്പെട്ട ഒരു ചേട്ടൻ, ഒരു ചിത്ര കലാകാരനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ ചേട്ടാ പേരെന്താണ്? ഇത് ഭാനുരാജ്. ഭാനുരാജ് ചേട്ടൻ ഈ ചിത്രകലാ മേഖലയിലേക്ക് വന്നിട്ട് ഒരുപാട് വർഷമായോ? ഒരുപാട് വർഷമായി. കൃത്യമായിട്ട് ചേട്ടന് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കഴിവാണോ? പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ടായിന്. ആദ്യം ഒരു രാഘവൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു അധ്യാപകന്റെ കീഴിൽ ഒരു 5 വർഷത്തോളം ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇങ്ങനെ ചിത്രം വരയ്ക്കുകയാണോ? പെൻസിൽ ഡ്രോയിങ് കൂടാതെ ഏതൊക്കെ തരത്തിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്? കളർ പെൻസില്, ക്യാൻവാസ് പെയിന്റിങ്. കളർ പെൻസിൽ, ക്യാൻവാസ് പെയിന്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. വീട് എവിടെയാ ചേട്ടന്റെ? വീട് മേലേച്ചുവ. ബാബുരാജ് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇപ്പോഴും അച്ഛൻ മരിച്ചുപോയി. അമ്മ, അനിയൻ, ഭാര്യ, ഒരു മകൻ. മകൻ എന്ത് ചെയ്യുന്നു? മകൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. എന്താ മകന്റെ പേരെന്താ? ശ്രീദർശൻ. ബാബുരാജ് ചേട്ടാ, ഞങ്ങൾ വരുന്നത് സ്പോർട്ട് മീഡിയ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. വ്യത്യസ്തങ്ങളായ 3 ചോദ്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും. ആ 3 ചോദ്യങ്ങളിൽ നിങ്ങൾ ശരിയായ ഉത്തരമാണ് പറയുന്നതെങ്കിൽ ആകർഷകമായിട്ടുള്ള ഒരു സമ്മാനം ചാനൽ താങ്കൾക്കായി കരുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ചേട്ടന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ വിദേശികളായ ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കടൽമാർഗ്ഗം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തത് പോർച്ചുഗീസുകാരാണ്. ചേട്ടനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. പോർച്ചുഗീസുകാരായ ആളുകൾ ഇവിടെ കണ്ണൂരിലെ ഒരു കോട്ട പണി കഴിപ്പിച്ചിട്ടുണ്ട്. ആ കോട്ടയുടെ പേരാണ് പറയേണ്ടത്. ഏത് കോട്ടയാണ് പോർച്ചുഗീസുകാരാൽ ഇവിടെ പണി കഴിപ്പിച്ച കോട്ട? സെന്റ് ആഞ്ചലോ. ഉറപ്പിക്കട്ടെ. സെന്റ് ആഞ്ചലോ കോട്ട എന്ന് പറയുന്ന ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഈ കോട്ട ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. കോട്ട കണ്ടിട്ടോ ചേട്ടാ? കോട്ട കണ്ടിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ പെൻസിൽ വരച്ച് കാണുന്നുണ്ട്. അത് ചേട്ടൻ എങ്ങനെയാണ് ഒരു ഫോട്ടോ കൊണ്ടുവന്നിട്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ആ ഫോട്ടോ നോക്കി വരക്കുന്നതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖം നോക്കിയിട്ട് വരക്കുന്നതാണ്? അങ്ങനെ 2 തരത്തിലും വരക്കുന്നുണ്ട്. 2 തരത്തിൽ വരക്കാറുണ്ട്. ഇപ്പോൾ ഒരാളുടെ മുഖം നോക്കിയിട്ട്, ഇപ്പോൾ എൻ്റെ മുഖം നോക്കിയിട്ട് എൻ്റെ ഫോട്ടോ വരയ്ക്കണമെങ്കിൽ ഏകദേശം എത്ര മിനിറ്റുകൾ എടുക്കും? കൂടി വന്നാൽ 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ് കൊണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഭംഗിയായിട്ട് വരക്കും അല്ലേ? അതൊരു കഴിവ് തന്നെയാണ്. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രകാരനാരാ? നമ്മുടെ നാട്ടിലെ രവിവർമ്മ. രാജാ രവിവർമ്മ അല്ലേ? ശരി, രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഹംസവും ദമയന്തിയും എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടൊരു ചിത്രമുണ്ട്. ആ ചിത്രം വരച്ച ചിത്രകാരന്റെ പേരാണ് പറയേണ്ടത്. രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ എന്ന് പറയുന്ന ഉത്തരം ശരിയാണെങ്കിൽ മെഗാസമ്മാനമായ ചോദ്യം കേൾക്കാൻ ചേട്ടൻ എൻ്റെ മുന്നിൽ ഉണ്ടായിരിക്കും. രാജാ രവിവർമ്മ എന്ന ഉത്തരം തെറ്റാണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മുടെ ഈ മത്സര യാത്രയിൽ നിന്ന്, ഈ സ്നേഹസംവാദത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വരും. രാജാ രവിവർമ്മ എന്ന ഉത്തരം ഞാൻ ഉറപ്പിക്കട്ടെ ചേട്ടാ? ഉറപ്പിക്കാം. രാജാ രവിവർമ്മ എന്നുള്ള ഉത്തരവും പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്. മൂന്നാമത്തെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനാണ് സമ്മാനം താങ്കളെ കാത്തിരിക്കുന്നത്. ആ സമ്മാന ചോദ്യം ബാബുരാജ് ചേട്ടന് ഞാൻ ഏത് മേഖലയിൽ നിന്ന് ചോദിക്കണമെന്നാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? ഇന്ന മേഖലയിൽ നിന്ന് എനിക്ക് ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഏത് മേഖല തിരഞ്ഞെടുക്കും? സംഗീതവും ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നിങ്ങളുടെ ഉപജീവന മാർഗമാണ് ചിത്രകല എന്ന് പറയുന്നത് അല്ലേ? ചിത്രത്തിന്റെ കൂടെ പാട്ടും പാടിയിട്ട് വരക്കുന്ന പരിപാടിയെല്ലാം അവതരിപ്പിക്കാൻ അങ്ങനെയുണ്ട്. പാട്ട് പാടിക്കൊണ്ട് ചിത്രം വരയ്ക്കുകയും ചെയ്യും. നമുക്കിപ്പോ എങ്ങനെയെങ്കിലും ചിത്രം വരയ്ക്കാൻ കഴിയത്തില്ല, എങ്ങനെ ഒരു പാട്ട് പാടും. നമ്മുടെ സ്പോർട്ട് മീഡിയയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് ബാബുരാജ് ചേട്ടന്റെ മനസ്സിൽ ഇപ്പൊ തോന്നുന്ന 2 വരി പാട്ടൊന്ന് പാടാൻ പറ്റും?
നാളെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്. നാളെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ഒരു കല്യാണത്തിൻ്റെ പരിപാടിയിൽ. അപ്പോൾ അതിൽ പാട്ടുപാടി വരക്കുന്നൊരു പരിപാടി അവതരിപ്പിക്കണം. അതിൽ ഈ ദാസാട്ടൻ്റെ സന്ധ്യമയങ്ങും നേർന്നുള്ളൊരു പാട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ചിത്രം അത് പിന്നെ ബോർഡെല്ലാം വെച്ച് സ്റ്റാൻഡെല്ലാം വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ പാട്ട് തന്നെ ഇപ്പോൾ ഇന്ന് പാടാം. അതാണ് ഇപ്പം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 വരി ഇപ്പം ഞാൻ പാടാം. സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ത പിരിയുന്ന നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു, എനിക്കെന്തു നൽകാൻ വന്നു. ഓ സന്ധ്യമയങ്ങും നേരം. ഓക്കെ, വളരെ നന്നായിട്ട് തന്നെ ബാബുരാജ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഗാനം ആലപിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ചേട്ടനോട് ഒരു സമ്മാന ചോദ്യമാണ് ചോദിക്കേണ്ടത്. 2 ചോദ്യത്തിനും വളരെ പെട്ടെന്ന് തന്നെ ചേട്ടൻ ഉത്തരം പറഞ്ഞു. ഇനി ഒരു സമ്മാനത്തിനുള്ള ആ ചോദ്യം നിങ്ങൾ പറഞ്ഞ മേഖലയിൽ തന്നെയാണ് എൻ്റെ ചോദ്യം വരുന്നത്. ചേട്ടൻ പറയുന്നത് ഒന്ന് ചിത്രകലയും ഒന്ന് സംഗീതമാണ് പറയുന്നത്. ചിത്രകലയുമായി കൊണ്ട് തന്നെയാണ് എൻ്റെ ആ ഒരു സമ്മാന ചോദ്യം. ആ സമ്മാനത്തിനുള്ള ചോദ്യം ഞാൻ പറയുന്ന ഉടനെ തന്നെ ഉത്തരം പറയാനുള്ള കഴിവ് സർവശക്തൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആ ഒരു ചോദ്യം ഇതാണ്: ഗണിക എന്നു പേരുള്ള ഒരു കാമുകിക്ക് സ്വന്തം ചെവി മുറിച്ചു കൊടുത്ത ചിത്രകാരന്റെ പേരാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേരാണ് ഗണിക. ആ ഗണിക എന്ന് പറയുന്ന ആ കാമുകിക്ക് സ്വന്തം ചെവി മുറിച്ചു കൊടുത്ത ചിത്രകാരൻ, ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ച ചിത്രകാരനാണ്. ഇന്ത്യൻ ചിത്രകാരനല്ല, വിദേശിയാണ്, ഇന്ത്യ അല്ല. വിൻസെന്റ് വാൻ ഗോഗ്. ഉറപ്പാണോ? വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ഉത്തരം പൂർണ്ണമായിട്ടും ശരിയാണെങ്കിൽ ചേട്ടനെ കാത്തിരിക്കുന്ന നേരത്തെ ഞങ്ങൾ പറഞ്ഞ ആ ഒരു സമ്മാനമായിരിക്കും. വിൻസെന്റ് വാൻ ഗോഗ് എന്ന ഉത്തരം തെറ്റാണെങ്കിൽ താൽക്കാലികമായിട്ട് യാത്ര ചോദിക്കേണ്ടി വരും. ഉറപ്പിക്കട്ടെ. സൂര്യകാന്തി പൂക്കൾ, കർഷകരുടെ ഉച്ചയുറക്കം എന്നീ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ വരച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ടുപോയി പിന്നീട് അദ്ദേഹം. വിൻസെന്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ആ ഉത്തരം തെറ്റായ ഉത്തരമല്ല, പൂർണ്ണമായും ശരിയായ ഉത്തരം തന്നെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഞങ്ങളുടെ 3ാമത്തെ വിന്നറെ ഞങ്ങളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സമ്മാനം കിട്ടിയത് സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ട്. ചേട്ടൻ, ഞങ്ങൾ അറിവാണ് ലഹരി എന്ന് പറയുന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മത്സരയാത്രയുമായിട്ട് ആരംഭം കുറിച്ചിട്ട് 1 മാസം ആകുന്നേ ഉള്ളൂ. നമ്മുടെ പ്രേക്ഷകരായ ഈ ക്വിസിനെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന ആളുകളോട് ചേട്ടൻ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടോ? ഉണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൻ്റെ അതിപ്രസരം അല്ലെങ്കിൽ TV അങ്ങനെയുള്ള മാധ്യമങ്ങളുടെ അതിപ്രസരം കാരണം കുട്ടികളെ മാനസികമായിട്ടുള്ളൊരു അവസ്ഥ, ഒരു താളം തെറ്റുന്നൊരു അവസ്ഥ തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെ പോലുള്ള മീഡിയ വലിയൊരു കുട്ടികളെ നേർദിശയിലേക്ക് നയിക്കാൻ വേണ്ടി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ അറിവാന്നല്ലോ ശക്തി. അപ്പോൾ അറിവുണ്ടെങ്കിലേ നമുക്ക് എവിടെയും വിജയിക്കാൻ പറ്റും. അപ്പോൾ ഈ അറിവിന് വേണ്ടി, അറിവ് കൂടുതൽ വളർത്താൻ വേണ്ടി നിങ്ങളെ പോലുള്ള നിങ്ങൾ മീഡിയ വഴി നിങ്ങൾ ഇതേപോലെ പല കോർണറിലും പല സ്ഥലങ്ങളിലും പോകുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ബാബുരാജൻ്റെ ഈ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ഈ മത്സരയാത്രയിലെ 3ാമത്തെ വിന്നറാണ് ചേട്ടൻ. ആ ഒരു സ്നേഹസമ്മാനം ഞങ്ങളുടെ സ്നേഹത്തോട് സ്വീകരിച്ചാലും. സ്പോട്ട് മീഡിയയുടെ ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടം ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. കൂടുതൽ നല്ല ചോദ്യങ്ങളും നല്ല മത്സരത്തുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രോം TV പ്രശാന്ത്.